ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു കുഞ്ഞു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ 3 കാർഡ്ബോർഡ് എടുക്കുന്നുണ്ട് കേട്ടോ. അതൊരു 3 സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വലുത്, അതിൻ്റെ ചെറുത് കുഞ്ഞാക്കിയിട്ട് ഒന്നിട്ട് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ നമ്മൾ സെല്ലോ ടേപ്പ് കഴിഞ്ഞാൽ ലാസ്റ്റിക് ഇടുന്ന ഒരു റോളില്ലേ, അതിൻ്റെ മേലത് അട്ടിക്കട്ടിക്കായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ബൾജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഒട്ടിക്കുന്നത്. പശയായിട്ട് മാത്രം നിൽക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ സൈഡിലൊന്ന് സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളടുത്ത് ഫ്ലെക്സ് ക്യൂക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ സെല്ലോ ടാപ്പിൻ്റെ ആവശ്യം വരില്ല കേട്ടോ. നന്നായിട്ട് തന്നെ കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ ഫുള്ളൊന്ന് ഡബിൾ സൈഡ് ടാപ്പ് വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഡബിൾ സൈഡ് ടാപ്പ് അത്യാവശ്യം നന്നായിട്ട് ഒട്ടുന്നതാണ് കേട്ടോ. ഞാനിത് സൂപ്പർ മാർക്കറ്റിൽ എന്തോ പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ. ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മൂളം ത്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതൊന്ന് മേലക്കും താഴത്തേക്കും ആയിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് മാക്രോമി ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക, അപ്പോൾ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും കേട്ടോ. പിന്നെ കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ അടിഭാഗത്ത് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കട്ടി കൂടിയ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ മേലെ റൗണ്ട് ഷേപ്പിലായിട്ട് വൂളൻ ത്രെഡ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ആ ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ഒരു ബ്ലാക്ക് കളറ് മുത്തൊട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.